ആഹാ, ഇതാര് ബാബു സാറേ? എന്തൊട്ട് സുഖം തന്നെ? എന്തോന്ന് ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നിങ്ങൾ ഈ പ്രകൃതിയൊക്കെ കണ്ടിട്ടേ ഒരു 2 വരി കവിത ഒന്ന് പാടിക്കാണി. ആഹാ, ഇതാരാ? അനിൽ സാറോ? വേണി 2 വരി കവിത പാടാം. നമുക്ക് എല്ലാവർക്കും കവിത പാടാൻ കഴിയുന്നവരാണല്ലോ. അപ്പൊ എന്റെ സ്ഥലവും പരിസരവുമാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ തന്നെ അങ്ങ് തുടങ്ങാം. ഒരു 2 സ്ഥലത്തെ കുറിച്ചുള്ള കവിതയാണ് നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോ കേട്ടോണം കേട്ടോ, പാടട്ടെ. ഒരു വാഹനമുണ്ട്, അത് കടന്നു പോട്ടെ. വാഹയാറിൽ വാഗപ്പൂമരം പൂക്കും പൂനിലാവിൽ പല പുഷ്ടി പല മേഘം കദളികൾ പൂക്കുന്ന മുന്തിരിത്തോപ്പാനു വകയാർ. ചാഞ്ചാടി നിൽക്കുമി പർവ്വത നിരാകളും കുളിർ കോരി നിൽക്കുമി താഴ്വരയും. ചാഞ്ചാടി നിൽക്കുമി കുളിർ കോരി നിൽക്കുമി താഴ്വരയും. അതിമധുരം പൂക്കും പൂങ്കാവനിയിൽ തേന്നുകേരും ചിത്രശലഭങ്ങളും. അതിമധുരം പൂക്കും പൂങ്കാവനിയിൽ തേന്നുകേരും ചിത്രശലഭങ്ങളും. പ്രകൃതിയെ നീ എത്ര വികൃതിയോ വിചിത്രമാം വർണ്ണിപ്പാനാകുമോ നിൻ സൗന്ദര്യത്തെ. പ്രകൃതിയെ നീ എത്ര വികൃതിയോ വിചിത്രമാം വർണ്ണിപ്പാനാകുമോ നിൻ സൗന്ദര്യത്തെ. ഉലകത്തിൽ ഒഴിയിൽ മാതാപിതാ സ്നേഹഗന്ധം മറന്നിടുമോ മാനുജനുള്ള കാലം. ഉലകത്തിൽ ഒഴിയിൽ മാതാപിതാ സ്നേഹഗന്ധം മറന്നിടുമോ മാനുജനുള്ള കാലം. മതിയോ സാറേ? ബാബു സാറേ, അടിപൊളിയാണല്ലേ. നിങ്ങളൊരു കവിയാണ്. സൂപ്പർ. അല്ല ബാബു സാറേ, എവിടെയൊക്കെ മീനുകളുണ്ടോ ഇഷ്ടം പോലെ? സാറേ, അത് പറഞ്ഞ മീന് ധാരാളമുണ്ട്. ശരിക്കും വലിയ മീനുള്ള ഇവിടെ ലാഞ്ഞിൽ എന്ന് പറയും, തിരുവനന്തപുരം ഭാഗത്തൊക്കെ കൊല്ലത്തൊക്കെ നെടിമീൻ എന്ന് പറയും. ഇത്തിരി വലിയ വലിയ മീൻ, അതുപോലെ സ്രാവിന്റെ കണക്കുള്ള മീൻ ധാരാളമുള്ള തോടാണിത്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ വന്ന് മീൻ പിടിക്കാറുണ്ട് ഇവിടെ. പക്ഷെ ഒരു കാര്യം, ഫോറസ്റ്റുകാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അകത്താവും. തോട്ടേങ്കിലും പൊട്ടിക്കാൻ പറ്റത്തില്ല, ചൂണ്ടയിട്ട് അത്യാവശ്യം പിടിക്കാം എന്നുള്ളതേ ഉള്ളൂ. വല വീശാൻ പറ്റത്തില്ല. വല വീശാലും പ്രശ്നമാണ്. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മീനുണ്ട് ഈ കാണുന്ന തോട്ടിലെല്ലാം തിളച്ച മീനാണ്. അല്ല ബാബു സാറേ, ഇപ്പൊ ഒരു പുതിയ നിയമം വന്നില്ലേ? അതായത് ശുദ്ധ ജല തടാകങ്ങളിൽ നിന്നും മറ്റു മീൻ പിടിക്കാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ മീൻ പിടിച്ചു കഴിഞ്ഞാൽ പെറ്റിയടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതെ, അങ്ങനെ ഒരു നിയമമുണ്ട്. ഈ മീന് മുട്ടയിടുന്ന ഒരു സമയമുണ്ട്. ആ സമയങ്ങളിൽ മീന് കർശനമായി പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിന്റെ വംശനാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 8-9 ഐറ്റം മീനുകളുണ്ട്. ഈ മീനുകളൊക്കെ ഇന്ന് നിലവിലില്ല. മുട്ട വിരിയാറാകുമ്പോഴത്തേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നതിന്റെ പേരാണ്. അതുപോലെ ചില സാരിയും കണ്ടാൽ കഷ്ടം തോന്നിപ്പോവും. ഒരു വരാലെന്ന്, നമ്മളെ ബ്രാലെന്ന് പറയും, അത് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന രംഗം ഞാൻ ഒരു ദിവസം കണ്ടു ഇവിടെ അടുത്ത്. അതിന്റെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ തള്ളയില്ല. ആ കുഞ്ഞുങ്ങൾ അനാഥരായില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനകത്ത്, ഇല്ലെന്ന് പറയണ്ട. ഏതായാലും സർക്കാരിന്റെ ആ നിയമം അടിപൊളിയാണ്, ഏറ്റവും നല്ല കാര്യമാണത്.